ശത്രു വ്യോമതാവളങ്ങളെ ആക്രമിക്കാൻ നമ്മുടെ പക്കൽ ധാരാളം മിസൈലുകളുണ്ട്. അത് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ ലോകത്തിന് തന്നെ തെളിയിച്ചും കൊടുത്തു. പക്ഷേ വ്യോമതാവളങ്ങളെ ആക്രമിക്കുന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം തന്നെയാണ് ശത്രുക്കളുടെ സെർച്ച് ആൻഡ് ട്രാക്കിംഗ് റേഡാർസ്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ബാറ്ററീസ്, അവരുടെ ഈ കമാൻഡ് സെന്റേഴ്സ്. ഇവയെ ആക്രമിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ റോളിന് വേണ്ടി പ്രത്യേക മിസൈൽസ് വെച്ചിട്ടുണ്ട്. ആ ഒരു മിസൈൽസിന് പല പേരുകളുമുണ്ട്. എന്നാൽ കോമൺ ആയി ആ മിസൈലുകളെ വിളിക്കുന്നത് ഡെഡ് ഓർ സീർ മിസൈൽസ് എന്നാണ്. ഈ മിസൈൽസിന്റെ ഉദ്ദേശ്യം ഒന്ന് മാത്രം, ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ കമാൻഡ് സെന്റർ കൂടാതെ അവരുടെ റഡാർസ് ഇവയെല്ലാം തകർക്കുക. അതായത് ശത്രുക്കളുടെ കണ്ണ്, വായ, ചെവി ഇവയെല്ലാം യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ തകർക്കുകയാണെങ്കിൽ ശത്രു സ്തംഭിച്ചു പോകും. ആ സമയത്ത് നമ്മൾ യുദ്ധവിമാനങ്ങൾ അകത്തേക്ക് അയച്ചാൽ അതിനെതിരെയുള്ള കൗണ്ടർ മെഷേഴ്സ് ശത്രുക്കളെ കൊണ്ട് കൃത്യമായ സമയത്ത് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഇതിന് പിന്നിലുള്ള ഒരാശയം. അപ്പോൾ അതനുസരിച്ച് ഡെഡ് ആൻഡ് സീഡ് മിഷൻസിന് വേണ്ടി നിർമ്മിക്കുന്ന മിസൈൽസ് ആന്റി റേഡിയേഷൻ മിസൈൽസ് എന്നും പറയും. കാരണം ഇവയെല്ലാം പാസീവ് റേഡാർ ഹോമിംഗ് രീതിയാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല മൾട്ടിപ്പിൾ വാർഹെഡ്സും കൊണ്ടുപോകും. ഒരു വാർഹെഡ് ശത്രുക്കളുടെ റഡാർ സ്ഥലങ്ങളിൽ ചെന്ന് ആക്രമിക്കും. മറ്റൊരു വാർഹെഡ് ശത്രുക്കളുടെ ബങ്കേഴ്സിൽ തന്നെ നുഴഞ്ഞു കയറും. മറ്റു ചില വാർഹെഡ്സ് ചെയ്യുന്നത് ശത്രുക്കളുടെ റൺവേസിനെ പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കാൻ കഴിയും. ഇങ്ങനെ പല വാർഹെഡ്സ് കോമ്പിനേഷൻ ഉണ്ട്. ഇത് കൂടാതെ സീക്രട്ട് കോമ്പിനേഷൻസും ഒരുപാടുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ആന്റി റേഡിയേഷൻ ഓർ ഡെഡ് സീഡ് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന മിസൈൽസ് ഏതാണെന്ന് നോക്കിയാൽ രുദ്രം സീരീസ് ആണ്. രുദ്രം സീരീസിൽ രുദ്രം 1, രുദ്രം 2, രുദ്രം 3 ഈ മൂന്നും ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് അറിയാം. എന്നാൽ അടുത്തിടെ DRDOയുടെ ചീഫ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു കാര്യം പറഞ്ഞു. രുദ്രം 4 ഡെവലപ്മെന്റിലാണ്. രുദ്രം 4 എത്രയും പെട്ടെന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ ഇൻഡക്ട് ചെയ്യപ്പെടും. അതൊരു ഹൈപ്പർസോണിക് മിസൈൽ ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രുദ്രം 4നെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. കൂടാതെ രുദ്രം 4 എത്ര തന്നെ ഇൻഡക്ട് ആയാൽ പോലും അത് കാരണം യാതൊരു പ്രയോജനവും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇല്ല. എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യത്തെ കാര്യം, രുദ്രം 4നെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം അറിയണം. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വളരെ പരിമിതമാണ്. ഒന്നാമത്തേത്, രുദ്രം 4 എന്നത് ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആണ്. അതിന്റെ ടെർമിനൽ ഫേസിൽ മാർക്ക് 5ലും കൂടുതൽ അതിനു മുകളിൽ ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് അത് പൂർണ്ണമായും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രുദ്രം 4 ഒഫീഷ്യലായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഒരു ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലിൽ DRDO പ്രവർത്തിക്കുകയായിരുന്നു. ആ മിസൈലിന്റെ റേഞ്ച് 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ഉണ്ടാകുമെന്നും പൊതുവെ എല്ലാവരും സംസാരിച്ചൊരു കാര്യം. എന്നാൽ നിലവിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ വഴി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, DRDO അവരുടെ ഫോക്കസ് ഒരല്പം മാറ്റിയിട്ടുണ്ട്. ലോങ് റേഞ്ചിന്റെ പക്കൽ നിന്നും ഇപ്പോൾ ഷോർട്ട് റേഞ്ച്, ഹൈ സ്പീഡ് ഈ ഒരു കാറ്റഗറിയിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ സ്ലോ സബ്സോണിക് വേഗതയിൽ യാത്ര ചെയ്യുന്നത് പോലുള്ള ഒരു മിസൈൽ ഡിസൈൻ ചെയ്താൽ മാത്രമേ ആ മിസൈലിന് 1000 കിലോമീറ്റർ, 1500 കിലോമീറ്റർ റേഞ്ച് നൽകാൻ കഴിയുകയുള്ളൂ. തറയിൽ നിന്നും ലോഞ്ച് ചെയ്യുന്ന മിസൈലിന് ഒരു വെയിറ്റ് കൺസ്ട്രെയിൻ ഇല്ല. എന്നാൽ എയറിൽ നിന്നും ലോഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു ഭാര നിയന്ത്രണം ഉണ്ടായിരിക്കണം. യുദ്ധവിമാനങ്ങൾക്ക് ആ വിമാനങ്ങളുടെ ഭാരത്തേക്കാൾ മിസൈൽസിന്റെ ഭാരം കൂടുതലാണെങ്കിൽ അതിനെ ചുമന്നുകൊണ്ട് യാത്ര പോകാൻ കഴിയില്ല. അപ്പോൾ എയർ ലോഞ്ച്ഡ് വേരിയന്റ് നിശ്ചിത ഭാരത്തിൽ മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഈ വെയിറ്റ് പേലോഡ് കാറ്റഗറിക്കുള്ളിൽ ഒരു മിസൈൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് റേഞ്ച് വേണമെങ്കിൽ അത് സബ്സോണിക് അല്ലെങ്കിൽ സൂപ്പർസോണിക് മിസൈൽ ആയിരിക്കണം. അതല്ല നിങ്ങൾക്ക് ഷോർട്ടർ റേഞ്ച് മതി, ഹൈ സ്പീഡ് വേണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ 300 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്ററിനുള്ളിൽ ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ എയർ ലോഞ്ച്ഡ് വേരിയന്റായി കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ DRDO അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രുദ്രം 4 എന്നത് മാർക്ക് 5 വേഗതയിൽ സഞ്ചരിക്കും, 300 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകുമെന്നും പറയുന്നു. ഇതിന്റെ IR സീക്കേഴ്സ് കൂടാതെ പാസീവ് ഹോമിംഗ് സീക്കേഴ്സിന്റെ സഹായത്തോടു കൂടി ഇതിനെ കൊണ്ട് ശത്രുക്കളുടെ റഡാർ താവളങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സ് എവിടെയെല്ലാം ഉണ്ടെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കി അവിടെ ചെന്ന് ആക്രമിക്കാൻ കഴിയും. ടെർമിനൽ ഫേസിൽ മാർക്ക് 5 സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഇതിനെ തടസ്സപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ലോകത്തിൽ ആരുടെ പക്കലും തന്നെ ഇല്ല. തിയററ്റിക്കലി പറഞ്ഞാൽ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് സിസ്റ്റം മേക്കേഴ്സ്, ഉദാഹരണത്തിന് താഡ് പറയാം, S-400, S-500, ചൈനീസ് ഡിഫൻസ് സിസ്റ്റം, ഇവരൊക്കെ ഈ ഹൈപ്പർസോണിക് മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് തിയററ്റിക്കലി പറഞ്ഞാലും പ്രായോഗികമായി ഇതുവരെയും ഹൈപ്പർസോണിക് വാർഹെഡ്സിനെ ആരും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 50%, 40% പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും മറ്റുള്ള മിസൈൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് 80 to 90% പ്രോബബിലിറ്റി ഉണ്ടാകും. ഒരു 50%, 40% പ്രോബബിലിറ്റി കാണും.
അപ്പോൾ ഇത്രത്തോളം ഡെഡ്ലിയായ ഒരു മിസൈൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും എത്രയും പെട്ടെന്ന് ഇത് ഇൻഡക്റ്റ് ആകുമെന്നും പറഞ്ഞു. പിന്നെയും എന്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത് കാരണം യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞത്? അത് വളരെ ലളിതമാണ്. ഇന്ത്യൻ വ്യോമസേന ഈ മിസൈൽ വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ അടുത്തേക്ക് 300 കിലോമീറ്റർ അടുത്ത് പറക്കണം. അങ്ങനെ പറക്കുമ്പോൾ ശത്രുക്കൾ തീർച്ചയായും നമ്മുടെ യുദ്ധവിമാനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ ശത്രുക്കളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട് ഈ മിസൈലുകളെ വിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സെൻസേഴ്സ് സ്വിറ്റ്സ് ഉണ്ടാകണം. ഇന്ന് ഇന്ത്യയുടെ പക്കൽ AESA റഡാർ എന്നത് നമ്മുടെ തേജസ് മാർക്ക് 1 വിമാനത്തിലും റഫേൽ വിമാനങ്ങളിലും മാത്രമാണുള്ളത്. ചില MiG-29 എയർക്രാഫ്റ്റ്സിലുമുണ്ട്. ഇതല്ലാതെ ഏതൊരു വിമാനങ്ങളിലും AESA റഡാർ ഇല്ല. അതുമാത്രമല്ല, വളരെ അഡ്വാൻസ്ഡ് ആയ ഇലക്ട്രോണിക് വാർഫെയർ കൗണ്ടർ മെഷേഴ്സ് എല്ലാം റഫേൽ, തേജസ് മാർക്ക് 1 ഇവയിൽ പരിമിതമായുണ്ട്. നമ്മുടെ സുഖോയ് Su-30 വിമാനങ്ങളെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു അപ്ഗ്രേഡ് പാക്കേജിൽ AESA റഡാർ വരുന്നുണ്ട്, ഇലക്ട്രോണിക് വാർഫെയർ കൗണ്ടർ മെഷേഴ്സ് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പ്രോസസ് അവസാനിക്കുന്നത് വരെയും ഏതൊരു സുഖോയിലും AESA റഡാർ വരില്ല. അപ്പോൾ രുദ്രം 4 നമ്മൾ സൃഷ്ടിച്ച് അവസാനിപ്പിച്ചാലും രുദ്രം 4 നമ്മുടെ ഈ വ്യോമസേനയിലുള്ള സുഖോയ്, മിറാഷ് 2000, റഫേൽ വിമാനങ്ങൾ, തേജസ് മാർക്ക് 1A ഇങ്ങനെ എല്ലാ ഏരിയൽ പ്ലാറ്റ്ഫോംസിലും ഇന്റഗ്രേറ്റ് ചെയ്താലും ഈ മിസൈൽസിനെ ലോഞ്ച് ചെയ്യേണ്ട, വിമാനങ്ങളെ സംരക്ഷിക്കേണ്ട അതിനാവശ്യമായ സെൻസേഴ്സ് സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യാത്തത് വരെയും ഈ പ്ലാറ്റ്ഫോം നമുക്ക് ശരിയായ രീതിയിൽ ഉപകാരപ്പെടില്ല. അപ്പോൾ എപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോം ഡെഡ്ലി ആവുക? ഇത് നിർമ്മിക്കുന്നതിന്റെ കൂടെ നമുക്കപ്പോൾ മറ്റെന്തൊക്കെ സൃഷ്ടിക്കണമെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് തേജസ് മാർക്ക് 1A ഡെലിവറിയും മാർക്ക് 2 ഡെലിവറിയും എത്രയും പെട്ടെന്ന് വന്നേ മതിയാവുകയുള്ളൂ. അതിന് ഒരു നല്ല വാർത്തയുണ്ട്. DRDOയുടെ ചീഫ് കൂടെ മറ്റൊരു നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട്. 83 തേജസ് മാർക്ക് 1 വിമാനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ 83 എയർക്രാഫ്റ്റും മൊത്തം 3 വർഷത്തിൽ ഡെലിവർ ആകും. ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തിയിട്ടില്ല. ഇതുവരെയും 25 വിമാനങ്ങൾ പെർ ഇയർ എന്ന ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തിട്ടില്ല. എത്ര തന്നെ 25 എയർഫ്രെയിംസ് അവർ നിർമ്മിച്ചാലും ജനറൽ ഇലക്ട്രിക് കമ്പനി അതിന് സമാനമായ 30 എഞ്ചിൻസ് നൽകിയേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ 25 എയർഫ്രെയിംസിനെയും പുറത്തേക്ക് തള്ളാൻ കഴിയൂ. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ 3 വർഷത്തിനുള്ളിൽ 83 വിമാനങ്ങൾ നൽകുമെന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പക്ഷേ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രുദ്രം 4 പോലുള്ള മിസൈൽസ് ശരിയായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ പക്കൽ ശരിയായ ഏരിയൽ അസറ്റ്സ് ഇല്ല എന്ന സാഹചര്യത്തിൽ ശക്തിയാർന്ന മിസൈൽസ് നമ്മുടെ പക്കൽ ഉണ്ടെങ്കിലും ആ ഒരു മിസൈൽസിനെ പൂർണ്ണ ശേഷിയോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ എയർ ഫ്രെയിംസിനെ പുറത്തേക്ക് കൊണ്ടുവരണം. കൂടാതെ നമ്മുടെ സുഖോയ് അപ്ഗ്രേഡ് പാക്കേജും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇത് രണ്ടും അവസാനിപ്പിച്ചാൽ മാത്രമേ അടുത്ത രുദ്രം 5, 6 ഇങ്ങനെ എത്ര മിസൈൽസ് വന്നാലും അതിനെ കൊണ്ട് നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.